ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ഗ്യാൻ ദീപം. ഇപ്പോൾ കുറച്ചായിട്ട് വീഡിയോ ഇടാൻ പറ്റാറില്ല. ഇറ്റ്സ് എ പെയിൻഫുൾ തിങ്. ഫസ്റ്റ് ഓഫ് ഓൾ സോറി ഫോർ ദാറ്റ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ടെക്നോളജി അപ്ഡേറ്റ്സുകളിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കുന്ന ആ ഒരു നല്ല ഒരു ചാൻസ് ഞാൻ ഉപയോഗപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. അതിന് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കൂടി വേണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ്. നമ്മുടെ നിത്യജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ നമ്മുടെ UPI ട്രാൻസാക്ഷൻ, ക്യാഷ്ലെസ് പേയ്മെൻറ്റ്സ്. എവിടെ പോവുകയാണെങ്കിലും നമ്മൾ ക്യാഷ് കൊണ്ടുപോകേണ്ട, വളരെ സൗകര്യപ്രദമായ രീതിയിൽ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള നമുക്ക് പേയ്മെൻറ്റ് സിസ്റ്റം വളരെ ഉപകാരപ്രദമാണ് നമ്മുടെ ജീവിതത്തിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിസംബർ 2023 ടു ജാൻ 2024 5 ന്യൂ റൂൾസ് ഇംപ്ലിമെൻറ്റഡ്. അപ്പോൾ നമ്മളെല്ലാവരും ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് എന്തൊക്കെയാണ് അപ്ഡേഷൻ വന്നിരിക്കുന്നത്, ആ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട് സർക്കിളിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഗ്യാൻ ദീപം എന്ന ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ വോം വെൽക്കം ടു യു ഓൾ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലിടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ദെൻ സബ്സ്ക്രൈബ്. യുവർ സപ്പോർട്ട് ഈസ് വാല്യുബിൾ റിവാർഡ്സ് ടു മീ. ഓക്കെ, സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഡിലീഷൻ ഓഫ് ഇനാക്റ്റീവ് UPI അക്കൗണ്ട്സ്. അതായത് ദ നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇനാക്റ്റീവായിട്ടുള്ള, അതായത് പേയ്മെൻറ്റ്സ് ആപ്പുകളായിട്ടുള്ള GPay, ഫോൺപേ, Paytm എന്നിവയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു ട്രാൻസാക്ഷൻ പോലും നടക്കാത്ത അക്കൗണ്ട്സുകളാണ് ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഡെഡ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ഡീആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ ഒരു സേഫർ പേയ്മെൻറ്റ് ഇക്കോ സിസ്റ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പോയിൻറ്റ്. ദെൻ ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഇതറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ട്രാൻസാക്ഷൻ ലിമിറ്റ്. അതായത് നമുക്ക് ട്രാൻസാക്ഷൻ ലിമിറ്റ് എത്രയാണെന്നറിയോ? അതായത് നമുക്ക് ഡെയിലി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഒരു 1 lakh നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഡിസംബർ 2023 നമുക്ക് വലിയ വലിയ ബിൽസ് പേയ്മെൻറ്റിനായിട്ട്, അതായത് എഡ്യൂക്കേഷണൽ പർപ്പസ്, എഡ്യൂക്കേഷണൽ ഫീ പേയ്മെൻറ്റ്സ്, ഹോസ്പിറ്റൽ ചാർജസ്, അങ്ങനെയൊക്കെ വരുന്ന ലാർജ് ബിൽസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് RBI 5 lakhs ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. ആ സ്പെഷ്യൽ കേസിന് 5 lakhs ആയിട്ട് ലിമിറ്റ് ഉയർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ 1 lakh ആണ് ലിമിറ്റ്. അതായത് 10 times ആണ് നമുക്ക് ട്രാൻസാക്ഷൻ UPI വഴി മാക്സിമം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 24 hours ഗ്യാപ്പാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻ്റർചേഞ്ച് ഫീ ഓഫ് 1.1%. അതായത് 2000-ൽ കൂടുതൽ ഉള്ള ഒരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ, മർച്ചൻറ്റ് UPI ട്രാൻസാക്ഷനാണ് കേട്ടോ, പിയർ ടു പിയർ ട്രാൻസാക്ഷന് ഫീ ഒന്നുമില്ല. പിയർ ടു മർച്ചൻറ്റ് ട്രാൻസാക്ഷനാണ് ഈ ഒരു ഫീ വരുന്നത്. അതായത് 2000-ൽ കൂടുതൽ ഉള്ള ഒരു പേയ്മെൻറ്റ് വരുമ്പോഴാണ് 1.1% എന്ന രീതിയിൽ മർച്ചൻറ്റിൻ്റെ അടുത്തുനിന്ന് ഒരു ഇൻ്റർചേഞ്ച് ഫീ ഈടാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ദെൻ ഫോർത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് 4 hour ടൈം ലിമിറ്റ്. അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ട്രാൻസാക്ഷനിടയിൽ 4 hours ഒരു ടൈം ലിമിറ്റ്. വിഷമിക്കേണ്ട, അതെങ്ങനെയാണെന്നുള്ള സ്പെഷ്യൽ കേസും കൂടി അറിഞ്ഞിരിക്കുക. അതായത് നമ്മൾ ട്രാൻസാക്ഷൻ 2000 രൂപയിൽ കൂടുതൽ ഉള്ള ഒരു ഓൺലൈൻ പേയ്മെൻറ്റ്, അതും പുതിയ പാർട്ടിക്ക്, ഒരു ന്യൂ പാർട്ടിക്ക് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനൊരു റെസ്ട്രിക്ഷൻ വരുന്നത്. അതായത് ഫസ്റ്റ് ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ട് 4 hours കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് എഗെയിൻ ഒരു ന്യൂ പാർട്ടിക്ക് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ ഫ്രോഡ്സ് ഒരുപാടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് കുറച്ചുകൂടി സേഫ് ആൻഡ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 5th പോയിൻ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് RBI ഒരു പുതിയ കാര്യം ചെയ്യാൻ പോവാണ്. സെറ്റിംഗ് ആപ്പ് UPI ATMs. അതായത് RBI വളരെ നിയർ ഫ്യൂച്ചറിൽ തന്നെ UPI ATMs ടാപ്പ് ചെയ്യാൻ, ഇപ്പോൾ നമുക്കറിയാം അല്ലേ, UPI ATMs സെറ്റപ്പ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് 5th പോയിൻ്റ്. അതായത് നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ നമ്മൾക്ക് QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാം എന്നുള്ള ഒരു
സിസ്റ്റമാണ് UPI ATMs എന്ന് പറയുന്നത്. ഇതും വരും കാലങ്ങളിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ 5 പോയിൻറ്റ്സും എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ ഫാമിലീസിലേക്കും ഒക്കെ തന്നെ ഷെയർ ചെയ്യുക. എല്ലാവരും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് Can Deepam. Stay updated always. Okay, thank you. We'll see you in the next video.